എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിറ്റാച്ചിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ AC PCB ആണ്. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഔട്ട്ഡോർ യൂണിറ്റിലെ അകത്ത് വരുന്ന LED 12 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റുമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു PCB വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് അതിന്റെ ഇൻഡോർ ബോർഡാണ്. ഇത് ഔട്ട്ഡോർ ബോർഡ്. ഔട്ട്ഡോർ ബോർഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡ് ഇതിനകത്തുനിന്ന് ഇളക്കി അതിൻ്റെ ആ വയറും കാര്യങ്ങളൊക്കെ ഇളക്കി ആ ബോർഡ് മാത്രമായിട്ട് ഇളക്കി എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ PCB. അപ്പോൾ ഈ PCBയിൽ അതാണ്ട് ഇവിടെ ഒരു LED ഉണ്ടാവും. ഈ ഒരു LED 12 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കംപ്രസർ ഷട്ട് ഡൗൺ ചെയ്ത് 12 പ്രാവശ്യം ബ്ലിങ്കിങ് ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു എറർ കോഡ് ലിസ്റ്റിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നത് ഔട്ട്ഡോർ ഫാൻ സ്റ്റോപ്പ് ലോക്ക്, അതായത് ഔട്ട്ഡോർ ഫാന് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിന്നതായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ടൈറ്റായിട്ട് ലോക്കായതോ ആയിരിക്കാമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റും ഫാൻ സെക്ഷനാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇത് ഡ്യുവൽ ഇൻവെർട്ടറാണ്. ഡ്യുവൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മളെ കംപ്രസറും ഇൻവെർട്ടർ ആയിരിക്കും, ഫാൻ മോട്ടറും ഇൻവെർട്ടർ ആയിരിക്കും. അപ്പോൾ ഫാൻ മോട്ടറിൻ്റെ സെക്ഷനാണ് ഈ കാണുന്ന 6 IGBT വെച്ചിട്ടാണ് അതിൻ്റെ UVW കണക്ഷൻ. ഈ 6 IGBT വഴിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഈ ഒരു സെക്ഷൻ വന്നിരിക്കുന്നത് ഫാൻ മോട്ടറിനും ഈ ഒരു സെക്ഷൻ കംപ്രസറിനുമാണ്. അപ്പോൾ നമ്മൾ കംപ്രസർ സൈഡ് ഓക്കെയാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഫാൻ മോട്ടറിൻ്റെ സൈഡാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനകത്ത് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. സപ്ലൈ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാം ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിത് കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ 6 IGBTയിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ബസർ മോഡിലിടുക. സൈഡ് ഓക്കെയാണ്. ഓക്കെ, IGBTയിൽ ഷോർട്ടും കാര്യങ്ങളൊന്നുമില്ല, IGBT ഓക്കെയാണ്. പിന്നെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് മുന്നേ നമുക്കിതിനകത്ത് പവർ കൊടുത്തിട്ട് ഈ IGBTയിൽ 320 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഈ സെക്ഷനിൽ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊന്ന് പവർ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്യാം. പവർ കൊടുക്കുന്നതിന് നമുക്കിവിടെ റിയാക്ടർ കോയിൽ ആവശ്യമാണ്. റിയാക്ടർ കോയിലൂടെ കൊടുക്കാം. ഓക്കെ, ഞാൻ റിയാക്ടർ കോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പവർ. ഓക്കെ, ഇനി പവർ കൊടുക്കുകയാണേ. പവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കത്തിയിട്ടില്ല. നമുക്കിവിടെ എത്ര വോൾട്ടേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ മൾട്ടിമീറ്റർ DC മോഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് മെയിൻ വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കാം. 333 വോൾട്ട് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ ഫാനിൻ്റെ സൈഡിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കണം. വോൾട്ടേജ് ഒന്നുമില്ല, ഇവിടെ വോൾട്ടേജ് ഒന്നുമില്ല. ഈ ഒരു പോർട്ടിൽ നമുക്ക്
ഞാൻ ബ്ലാക്ക് പ്രോബ് നെഗറ്റീവ് വെച്ചിട്ടുണ്ട്, റെഡ് പ്രോബ് ഇവിടെ ഈ ഒരു IGBTയുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ലൈനിൽ നമുക്ക് ഒരു 300 ഈ സെയിം വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടണം. പക്ഷേ അത് വരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടിട്ടാണ് ഈ ഒരു ബോർഡിൽ 12 പ്രാവശ്യം ബ്ലിങ്കിങ് എറർ കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഏത് വഴിയാണ് പോകുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു വോൾട്ടേജ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ടാവും. ഈ ഒരു ഫ്യൂസ് നമ്മുടെ ഫാൻ മോട്ടറിന് വേണ്ടിയിട്ടുള്ള ഫ്യൂസാണിത്. ഈ ഫ്യൂസിൻ്റെ ഈ സൈഡിൽ നമുക്ക് 334 വോൾട്ട് ഉണ്ട്, ആ സൈഡിൽ 20 വോൾട്ട്. അതായത് ഈ ഫ്യൂസ് ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഫ്യൂസ് ഒന്ന് അഴിച്ചെടുക്കാം. അതിന് മുന്നേ ഇതിനകത്തുള്ള വോൾട്ടേജ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം. ഇപ്പോൾ ഇത് ഫുള്ള് ചാർജായിട്ട് നിൽക്കുകയാണ്. വർക്ക് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഡിസ്ചാർജ് ആകത്തില്ല. നല്ല പവറിലാണ് ഇത് ചാർജായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വോൾട്ടേജ് മുഴുവനും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്യൂസിനകത്ത് അഴിച്ചെടുക്കാം. ഇതാണ് അതിൽ വെച്ചിരുന്ന ഫ്യൂസ്. ഈ ഫ്യൂസ് ഓംസ് മോഡിലിട്ടിട്ട് ചെക്ക് ചെയ്യാം. ഈ ഫ്യൂസ് ഓപ്പൺ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 ആംപിയറിൻ്റെ ഫ്യൂസ് എടുത്തിട്ടുണ്ട്, 2 സൈഡിൽ ലെഗുള്ള ടൈപ്പ്. അപ്പോൾ ഈ ഫ്യൂസ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ആ ഒരു IGBTയുടെ സൈഡ് വോൾട്ടേജ് സപ്ലൈ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇവിടുത്തെ പാഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ ഫ്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ വോൾട്ടേജ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. എന്നിട്ട് ബ്ലാക്ക് പ്രോബ് നെഗറ്റീവിലും ഇവിടെ നമുക്കിപ്പോൾ 329 വോൾട്ടേജ് കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. നേരത്തെ ഈ ഒരു വോൾട്ടേജ് ഈ ഒരു ഫ്യൂസ് പോയത് കാരണം വരാത്തത് കൊണ്ടിട്ടാണ് ആ ഒരു ഫാന് വർക്ക് ചെയ്യാത്തതും അവിടെ 12 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തുള്ള എറർ കോഡും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫ്യൂസ് ഓപ്പണായി പോയതായിരുന്നു കാരണം. അപ്പോൾ ഞാൻ വേറെ ഫ്യൂസ് ഇട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും IGBTയിൽ ഷോർട്ട് സർക്യൂട്ടൊക്കെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് ഇനിയിപ്പോൾ ഇത് കണക്ഷൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. 12 പ്രാവശ്യം ബ്ലിങ്കിങ് കോഡ് എറർ കോഡ് ഹിറ്റാച്ചി ഡുവൽ ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC വരുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സെക്ഷനാണ് നമ്മൾ ആ ഒരു കണ്ടീഷനിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കിയതിൽ നമുക്കിത് മാത്രമേ ഫോൾട്ടി ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.